കയറ്റി അവർ കയറിയത് വലിയ വാർത്തയായി, വലിയ പ്രതിഷേധങ്ങളൊക്കെ വന്ന സമയത്ത് പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് പിന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പത്രക്കാർ ചെന്നിട്ട് ഇങ്ങനെ കയറി എന്ന് പറയുന്നുള്ളൂ എന്ന് പറഞ്ഞ് പിണറായി വിജയൻ നെഞ്ചു വിരിച്ച് നിന്നിട്ട് പിണറായി വിജയൻ പറഞ്ഞു, അത് ശരിയായിരിക്കാം, അതല്ലേ സുപ്രീം കോടതിയുടെ വിധി, ആ വിധി നടപ്പിലാക്കിയതായിരിക്കാം, അവർ കയറിയതായിരിക്കാം എന്ന് അദ്ദേഹം പിന്നെ നെഞ്ചു വിരിച്ചെന്ന് പറഞ്ഞതൊക്കെ നമുക്ക് മറക്കാൻ കഴിയും സുഹൃത്തുക്കളെ. അങ്ങനെ അവർ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ശബരിമലയിലെ തന്ത്രി അവിടെ എന്തോ ശുദ്ധികലശം നടത്തി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ കത്തി ജ്വലിക്കുകയായിരുന്നു തന്ത്രിക്കെതിരെ. അയാൾക്ക് ആരാണ് അതിന് അനുവാദം നൽകിയത്? അയാൾ അവിടുന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. സുപ്രീം കോടതിയുടെ വിധി ഞങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിനെതിരായി പ്രവർത്തിക്കാൻ തന്ത്രിക്ക് എന്താ അവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കാണിച്ചിട്ടുള്ള പുകിൽ നമുക്ക് മറക്കാൻ കഴിയും സുഹൃത്തുക്കളെ. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അയാളുടെ ഒരൊറ്റ പിടിവാശി, പിണറായി വിജയൻ്റെ ഒരൊറ്റ പിടിവാശിയാണ് അന്ന്. CPM എന്ന് പറഞ്ഞ പാർട്ടി പോലും പിന്നെ അയാളുടെ മുമ്പിൽ നിശബ്ദമായി നിൽക്കേണ്ടി വന്നതുകൊണ്ട് നിന്നതാണ്. അതിനകത്തൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പ്രബലമായിട്ടുള്ള ഹിന്ദു മതസമുദായത്തിനെ പിന്നെ മൊത്തം എതിർപ്പ് ആക്കുന്നത് നല്ലതാണെന്നുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇയാളുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇയാളുടെ മുഖത്ത് പോലും നോക്കി നിൽക്കാൻ പറ്റില്ല. മുഖത്ത് അയാൾ നിരുത്തി നോക്കിയാൽ മൂത്രം ഒഴിക്കുന്നവന്മാരാണ് ബാക്കി CPMയുടെ നേതാക്കന്മാരെല്ലാം. അങ്ങനെ എന്ത് സംഭവിച്ചു? അങ്ങനെ അത് വലിയ പ്രശ്നമായി. അതെവിടെയാണ് ചെന്ന് അവസാനിച്ചത്? നമുക്ക് ഓർമ്മയില്ലേ? 2019 മെയ് മാസത്തിലും ഏപ്രിൽ മാസത്തിലും മറ്റും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിക്ക് ഒരേ ഒരു സീറ്റ് കിട്ടുന്നതിലേക്ക് ആ വിഷയം കൊണ്ടുവന്ന് എത്തിച്ചില്ലേ സുഹൃത്തുക്കളെ? ഈ സ്ത്രീ വിഷയം, ഈ യുവതി പ്രവേശം എന്ന് പറഞ്ഞ വിഷയമല്ലേ CPMന് ഒരു സീറ്റ് മാത്രം കിട്ടുന്നതിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്? ഇപ്പോഴത്തെ 2019 കഴിഞ്ഞ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ യുവതി പ്രവേശം വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? ഈ 5 അംഗ ബെഞ്ചിൻ്റെ വിധി പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ഹർജികൾ പിന്നെ സുപ്രീം കോടതിയിൽ ചെന്നു. ആ ഹർജികളെല്ലാം കൂടി സുപ്രീം കോടതി ഏതാണ്ട് മാർച്ച് മധ്യത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. ഈ വിധി പുനഃപരിശോധിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരിഗണനാ വിഷയം. അപ്പോൾ ഈ മാർച്ചിൻ്റെയൊക്കെ പ്രധാനം എന്താ? മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ് ഈ ചർച്ച നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ യുവതീ പ്രവേശം വീണ്ടും ചർച്ചയാവുന്നു.